അപ്പോൾ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വേവുള്ള അരി എടുത്തിട്ട് കഴുകിയിട്ട് നമുക്കൊരു കുടുക്കിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കഴുകി ഒന്ന് വൃത്തിയാക്കി കുടുക്കിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടി ചീരുള്ളിയാണ്. അപ്പോൾ കുറച്ച് തോനെ ചീരുള്ളി എടുക്കുക, എന്നിട്ട് അതൊന്ന് നടുന്ന് കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തോനെ തേങ്ങ എടുത്ത് ചിരകി അതും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഉലുവ ഇട്ടുകൊടുത്തു. പിന്നെ ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് വെള്ളം, ഇത് വേവാനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കൈകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. ഞാനിതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെ വെള്ളം വല്ലതും അരി വെന്തിക്കണോ എന്നൊക്കെ ഒന്ന് നോക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെന്തിട്ടില്ല, ഒന്നുകൂടി വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല വേവുള്ള ചിക്കനാണ്. ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ് ആ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8-10 വിസിൽ വേണം. നല്ല വേവുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഇത് വേവിക്കാൻ വെച്ചു. അങ്ങനെ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് ആവശ്യത്തിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വിസിൽ അടുപ്പിച്ചെടുക്കേണ്ട. ഒരു വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഏലക്കായ ഇട്ടുകൊടുത്തു, ഒരു 4 പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ആവശ്യത്തിനായിട്ട്. പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ നേരത്തെ വേവിച്ച ചിക്കനും അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് ഇതിലോട്ട് ചേർത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനായിട്ട് ഇനി ഉപ്പില്ലെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ചപ്പും പൊതിനയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.